ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കിത് കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഫ്രഷ് മത്തിയാണ്, അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള മത്തിയാണ്. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞങ്ങളിങ്ങനെ മത്തി വാങ്ങാറ്. കാരണം മത്തിയുടെ വില തന്നെയായിരുന്നു, അതുകൊണ്ട് തന്നെ മത്തി ഒരുപാട് നാളായി വാങ്ങിയിട്ട്. അപ്പോൾ ഇന്ന് മീൻകാരൻ്റെ കണ്ടപ്പം മത്തി കൂട്ടണം എന്നൊരു ചെറിയൊരു മോഹം, അങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ 1/2 കിലോ വാങ്ങിയിട്ടുള്ളൂ. നമുക്കിനി ഇതൊന്ന് കറി വെച്ചെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നന്നായിട്ട് വെട്ടി വൃത്തിയാക്കി എടുക്കാം. അപ്പം മത്തി വെട്ടുമ്പോൾ ഇവിടെ എല്ലാവർക്കും ആവശ്യമുള്ളൊരു കാര്യമാണ് മത്തിയുടെ കണ്ണ്. അതിവിടെ എല്ലാവർക്കും തീർച്ചയാണേലും മക്കൾ 3 പേരും മത്തിയുടെ കണ്ണിന് ഇവിടെ അടിയാണ്. അത് കാരണം ഞാൻ മത്തി മേടിക്കുമ്പോൾ മത്തിയുടെ തലഭാഗം കളയാറില്ല. അങ്ങനെ മത്തിയൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട്. എനിക്കിതുപോലെ തേച്ചെടുക്കുന്നതാണ് വശം കേട്ടോ. അല്ലാതെ ചട്ടിക്കകത്തിട്ട് ഇങ്ങനെ തേച്ചെടുത്താൽ എന്തോ എനിക്ക് അതൊരു ഇതായില്ല. എനിക്ക് വശം എപ്പോഴും ഇങ്ങനെ കല്ലിലിട്ട് ഉരച്ചിട്ട് പിന്നെ ലാസ്റ്റ് അതിനകത്തുള്ള കറുപ്പ് അതെല്ലാം വലിച്ച് കളയുന്നതാണ് എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണോ ചെയ്യാറുള്ളത്? ആണെങ്കിലൊന്ന് പറയണം കേട്ടോ. അപ്പോൾ നമ്മൾ മത്തി വെട്ടിയെടുത്തു. പിന്നെ അതിനകത്തെ ഇതെല്ലാം നല്ല കണക്ക് കറുത്ത ഉളുമ്പ് കണക്കിരിക്കുന്നതൊക്കെ നമ്മൾ വൃത്തിയായിട്ട് കളയുന്നുണ്ട്. അതും കഴിഞ്ഞ ശേഷം നമുക്കിത് 3-4 തവണ നന്നായിട്ട് കഴുകി എടുക്കാം. അപ്പോൾ അതിൻ്റെ ചോരമയോ അതുമെല്ലാം ഒന്ന് പോകണ്ടേ. അതിന് നമ്മൾ നന്നായിട്ട് മത്തി 2-3 തവണ വെള്ളത്തിൽ കഴുകിയെടുക്കുന്നുണ്ട്. പിന്നെ ധാരാളം പഞ്ഞിലും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ മത്തിക്കും നല്ല പഞ്ഞിലും ഉണ്ടായിരുന്നു. ഇങ്ങനെ മത്തിയൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് കറി വെക്കാനായിട്ട് കുറച്ച് തേങ്ങ, അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു 2 കഷ്ണം ഉള്ളിയും ഇട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാവേ. അതിനുശേഷം ചട്ടിയിലേക്ക് 2 കഷ്ണം ഉള്ളി ഇട്ട് കൊടുത്തു, അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും 2 കഷ്ണം കുളമ്പുളിയും ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും കുറച്ച് കരിവേപ്പിലയും പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ നമ്മൾ അരച്ച് വെച്ച തേങ്ങയുടെ അരപ്പ് കൂടി ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ അരപ്പൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കതിലേക്ക് മത്തി ഇട്ട് കൊടുക്കാവേ. മത്തി ഞാൻ 5 എണ്ണം എടുത്തിട്ടുള്ളൂ. ബാക്കി 5 എണ്ണം ആപ്പടെ 10 എണ്ണം ഉള്ളായിരുന്നു. അതിൽ 5 എണ്ണം കറി വെക്കാനെടുത്തു, 5 എണ്ണം മക്കൾക്ക് വറക്കാമെന്ന് വെച്ചെടുത്തു. ഇങ്ങനെ മത്തിയൊക്കെ നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. പിന്നീട് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ പച്ച വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് വറക്കാനുള്ള മീൻ വറുത്തെടുക്കണ്ടേ. അതിലേക്ക് മത്തിയിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് മസാല, ഗ്രാമ്പൂ, ഏലക്ക ഇതെല്ലാം കൂടെ പൊടിച്ചത്, പെരുംജീരകവും കൂടെ ഒക്കെ പൊടിച്ചത് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ പനിഞ്ഞിലിട്ടില്ല, കാരണം അത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുക. ഇതിൻ്റെ കൂടെ ഇട്ട് ഇളക്കിയാലും ഈ മുളക് പൊടിയും മത്തിയിലെങ്ങും പിടിക്കാതെ വല്ലാതെ ഒരു വഴുവഴുപ്പ് കണക്ക് കിടക്കും. അപ്പം ഞാനത് സെപ്പറേറ്റ് മുളക് പുരട്ടി വെക്കാമെന്ന് വെച്ചു. ഇതിൻ്റെ കൂടെ ഇട്ടാലും മത്തിക്ക് കൂടെ പിടിക്കാതെ വരും. അപ്പം ഞാൻ അതും സെപ്പറേറ്റ് ആക്കിയിട്ട് മുളക് പൊടിയൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് വറുത്ത് എടുക്കാവേ. ഇങ്ങനെ മത്തിയൊക്കെ വറുത്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. പനിഞ്ഞിന് ഞാൻ ഇന്ന് വറുക്കുന്നില്ല കേട്ടോ, അത് നാളെ വറുക്കാമെന്ന് വെച്ച് മാറ്റി വെച്ചു. പിന്നീട് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു കേക്ക് ഓർഡർ കൊടുക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റോടൊപ്പം തന്നെ ഒരു കേക്ക് 1 കിലോ ആയിരുന്നു, വൈറ്റ് ഫോറസ്റ്റ് ഫ്ലേവർ ആയിരുന്നു, അതും ബേക്ക് ചെയ്തെടുത്തു. കേക്ക് ഇതായിരുന്നു ഫൈനൽ ലുക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. താങ്ക്